സോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചാർക്കോൾ ചിക്കൻ പുലാവാണ്. ഏകദേശം മന്തിയുടെ ഒരു റിലേറ്റീവായിട്ട് വരുമെങ്കിലും പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ടേക്ക് എ പാൻ, അതിൽ ചിക്കൻ ഇങ്ങനെ ചെറിയ പീസ് നിരത്തി വെക്കുക. അതിൽ നമ്മളുടെ കുനുകുനാ നിറഞ്ഞ ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, അതുപോലെ ഉള്ളി, ദെൻ ടൊമാറ്റോ, ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ദെൻ ആഡ് സം പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ 2 കട്ട മാഗി ക്യൂബാണ് ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സോൾട്ട് ഇടാം. ഓൾറെഡി മാഗി ക്യൂബിൽ സോൾട്ട് ഉള്ളതുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ. ദെൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഓയിൽ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ അഡീഷണൽ ഓയിൽസ് ഒന്നും ഈ ഫുഡിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് ജീരക, സഹജീരകം, വലിയ ജീരകം, ചെറു ജീരകം, ഇതൊന്ന് ചതച്ചതും നമ്മൾ ഇതിലിടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. സോ ഇത് നിങ്ങൾക്കൊരു 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 minutes കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ വെൽ കുക്കായിട്ട് വരും. മീൻവൈൽ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഹോൾ സ്പൈസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ദെൻ സോൾട്ട് ഇടുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മന്തിയുടെ റൈസാണ്, ലോങ് ബസ്മതി റൈസ്. അത് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക. ദെൻ നമ്മളത് വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം ഇനി ദം ചെയ്തെടുക്കാൻ. അപ്പോൾ ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഈ കുക്കായിട്ടുള്ള റൈസ് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മന്തിക്കൊക്കെ നമ്മൾ കുത്തി വെക്കില്ലേ, അതേപോലെ കുറച്ച് പച്ചമുളകൊക്കെ കുത്തി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ ചാർക്കോൾ സ്മോക്ക് ചെയ്തെടുക്കുകയാണ് ഈ റൈസ്. ഇതാണ് ഇതിൽ ഓവറോൾ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് സ്മോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1 hour ശേഷം നമുക്ക് സെർവ് ചെയ്യാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് ഇത്. നമുക്കിപ്പോൾ ഗസ്റ്റ് ഉണ്ടാകുന്ന സമയത്തോ അതല്ല ഒരു വീക്കെൻഡിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ റൈത്താണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അറബിക് സൽസ ഇതും സൈഡായിട്ട് പോവും. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും ചിക്കനാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. താങ്ക് യു.